ഇന്ന് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ ഡ്രാമ എന്റർടൈനർ സിനിമയാണല്ലോ കമലഹാസൻ STR കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മണിരത്നം സംവിധാനം ചെയ്ത വൻ താരനിര ഭാഗമായ തഗ് ലൈഫ്. സിനിമയുടെ ആദ്യ യഥാർത്ഥ അഭിപ്രായങ്ങളെല്ലാം മേഖലകളിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപ്രകാരം ഇന്ന് അതിരാവിലെ വന്ന സിനിമയുടെ വിദേശ രാജ്യത്തെ അഭിപ്രായങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ കേരള തമിഴ്നാട് അഭിപ്രായങ്ങളിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് സിനിമ കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും നേരിടുത്തിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ ചില തിയേറ്റർ റെസ്പോൺസ് വീഡിയോസ് നോക്കുകയാണെങ്കിൽ ചിലർക്കെല്ലാം തന്നെ സിനിമ വർക്കൌട്ടായി എന്ന ലെവൽ അഭിപ്രായങ്ങൾ പോലും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലൊരു മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ തമിഴ്നാട്ടിലെല്ലാം തന്നെ സിനിമ വളരെയധികം മോശം അഭിപ്രായങ്ങൾ നേരിടുത്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലെ ഏറ്റവും നല്ല പോസിറ്റീവ് ലഭ്യമായിരിക്കുന്നത് STRനാണ്. അതോടൊപ്പം തന്നെ കമലഹാസന്റെ സിനിമയിലെ ആദ്യ പകുതിയിലെ പ്രകടനങ്ങൾക്ക് സ്ക്രീൻ സ്പേസിനെല്ലാം തന്നെ നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. AR റഹ്മാന്റെ സംഗീതം അങ്ങിങ്ങായിട്ട് മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടി മികച്ചതായതോടെ എന്തെങ്കിലുമൊക്കെ കാണാവുന്ന ലെവലിലേക്ക് സിനിമ മാറുന്നുണ്ട്. പക്ഷേ ഒരു ഔട്ട്ഡേറ്റഡ് സിനിമ ഒരു 20 വർഷം മുന്നേ റിലീസ് ചെയ്താൽ പോലും നെഗറ്റീവ് അഭിപ്രായം വരാൻ സാധ്യതയുള്ള സിനിമയായിട്ടാണ് ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതിക്ക് നിർത്തിയ ആവറേജ് ഒപ്പം തന്നെ കണ്ടിരിക്കാമെന്നൊരു അഭിപ്രായമെങ്കിലും വന്നിരുന്നു. എന്നാൽ രണ്ടാം പകുതി ഒരു ടോർച്ചറാണ്, എങ്ങനെങ്കിലും തീർന്നാൽ മതി എന്നൊരു അഭിപ്രായമാണ് പലരിൽ നിന്നായിട്ട് സിനിമ നേരിടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ റിലീസിന് മുന്നേ പല പ്രൊമോസിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് വിൻവെളി നായിക എന്ന ഗാനമായിരുന്നല്ലോ. സകല പ്രൊമോസിലും ഹൈലൈറ്റ് ആക്കി വെച്ച ആ ഗാനം കൊണ്ടുപോയി സിനിമയിൽ വെച്ചിരിക്കുന്ന പ്ലേസ്മെന്റ് രീതിയെല്ലാം തന്നെ വളരെ മോശം അഭിപ്രായങ്ങളാണ് നേരിടുത്തിരിക്കുന്നത്. ഒപ്പം മുത്തമഴ സിനിമയിലെ വലിയ തരംഗമായ ഒരു ഗാനമായിരുന്നല്ലോ, ചർച്ചയായ ഗാനമായിരുന്നല്ലോ. ആ ഗാനം സിനിമയിലില്ല എന്നൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ തഗ് ലൈഫ് ഒരു തഗ്ഗായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിക്രമിലൂടെ തിരിച്ചു വന്ന കമലഹാസൻ ഇന്ത്യൻ 2 തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നാം കണ്ടു. ഇപ്പോഴത്തെ തഗ് ലൈഫിലൂടെ തിരിച്ചു വരാൻ ആകാതെ പോയിരിക്കുകയാണ് കമലഹാസന്. കാത്തിരിക്കാം സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.